ഹലോ ഗെയ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് പരിശോധിക്കുന്നത് നാം എല്ലാവരും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവരാണ്. ആ ഇൻസ്റ്റഗ്രാമിലെ റീൽസ് അല്ലെങ്കിൽ സ്റ്റോറി അത് നാം ഇടുന്നവരും കാണുന്നവരുമൊക്കെയാണ്. മറ്റുള്ളവരുടെ ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറിയും റീൽസുമൊക്കെ നാം ഇഷ്ടപ്പെടുമ്പോൾ അത് എങ്ങനെ നമ്മുടെ ഗാലറിയിലേക്ക് അത് സേവ് ചെയ്യാമെന്നുള്ള ഒരു ഡൗൺലോഡ് ടിപ്പാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് റീലാണോ വേണ്ടത് അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ താഴോട്ട് സ്ക്രോൾ ചെയ്ത് എൻ്റെ വീഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അഥവാ സെർച്ച് ബാറിൽ പോയി സെർച്ച് ചെയ്തും നിങ്ങൾക്ക് വീഡിയോ സെലക്ട് ചെയ്യാം, റീൽസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ റീൽ ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഈ കാണുന്ന റീലാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അത് ഓപ്പൺ ചെയ്യുക. താഴെ കാണുന്ന ഷെയർ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ അഥവാ ഈ റീലിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക. ശേഷം ക്രോമിൽ പോയി അവിടെ നമുക്ക് വേണ്ട ഡൗൺലോഡർ കിട്ടേണ്ടതുണ്ട്. അതാണ് സ്റ്റോറി സേവർ. സ്റ്റോറി സേവർ സെർച്ച് ചെയ്ത് storysaver.net എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനത്തെ ഇൻ്റർഫേസാണ് കിട്ടുക. ശേഷം നേരത്തെ ഇൻസ്റ്റയിൽ ഞാൻ കോപ്പി ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്ത് ഡൗൺലോഡ് കൊടുക്കുക. ശേഷം ഐ ആം നോട്ട് എ റോബോട്ട് അല്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി ടിക്ക് ചെയ്യുക. ശേഷം ലോഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ കോപ്പി ചെയ്ത ആ വീഡിയോ റീൽ. ഇനി താഴെ കാണുന്ന സേവ് ആസ് വീഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ നെക്സ്റ്റ് പേജിലേക്ക് എത്തും. അവിടെ താഴെ കാണുന്ന 3 ഡോട്ടിൽ ഡൗൺലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് നിമിഷം കാണാം. ഡൗൺലോഡിങ് ഫയൽ എന്ന ഭാഗത്ത് അത് ഫയൽ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം അത് ഡൗൺലോഡ് ആയിരിക്കും. കുറച്ച് വെയിറ്റ് ചെയ്യുക. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇനി അത് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ കണ്ട റീൽ. അങ്ങനെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് എടുത്തിരിക്കുന്നു. ഇനി ഞാനത് എൻ്റെ ഗാലറിയിൽ പോയി ഒന്ന് പരിശോധിക്കുകയാണ്. ഗാലറിയിൽ എൻ്റെ വീഡിയോസിൽ പോയി നിങ്ങൾ അവിടെ കാണാവുന്നതാണ്. ഇതാണ് ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആ വീഡിയോ. അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.